നമസ്കാരം. യുദ്ധം അന്ത്യത്തിലേക്ക്, ലോകം മുൾമുനയിൽ. US പോർ വിമാനങ്ങളെ അഗ്നിക്കിരയാക്കി ഇറാൻ. സത്യത്തിൽ ലോകം മുൾമുനയിലാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ പോര് മുറുകുകയാണ്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് കളത്തിലിറങ്ങുകയാണ്. ജോർദാനിലെ US പോർ വിമാനങ്ങൾ ആക്രമിച്ച് അഗ്നിക്കിരയാക്കുന്ന തരത്തിലേക്ക് ഇറാന്റെ പടപ്പുറപ്പാട് നടക്കുകയാണ്. മര്യാദയ്ക്ക് കരാറിൽ ഒപ്പിട്ടോ അല്ലെങ്കിൽ കാണിച്ചു തരാമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ ഇറാന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള B1 പാലം അമേരിക്കൻ മിസൈലുകൾ തകർത്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. തകർന്ന പാലത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ട്രംപ് നടത്തിയ വെല്ലുവിളി ഇപ്പോൾ ലോകരാജ്യങ്ങളെ നടുക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ടെഹ്റാനെയും പടിഞ്ഞാറൻ നഗരമായിട്ടുള്ള കരാചിയെയും ബന്ധിപ്പിക്കുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് അമേരിക്കൻ ബോംബറുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു മഹത്തായ രാജ്യമായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന ഒന്നിന്റെയും ബാക്കി പത്രം പോലും അവിടെ അവശേഷിപ്പിക്കില്ല എന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാന് നൽകുന്നത് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായിട്ട് ജോർദാനിലെ അൽ അസ്രാഖ് സൈനിക താവളത്തിൽ US യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി കഴിഞ്ഞു. ഇതോടെ മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സൗദിയും കുവൈറ്റും അബുദാബിയും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളാണ് എന്ന് ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതോടെ അറബ് ലോകം ഒന്നടങ്കം ഇതോടുകൂടി ഭീതിയിലായിരിക്കുകയാണ്. അൽ അസ്രാഖ് സൈനിക വിമാനത്താവളത്തിൽ US വിമാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ടെഹ്റാനിലെ കറാച്ചിയിൽ നിർമ്മാണത്തിലിരുന്ന B1 പാലം US ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് ഇറാൻ സൈന്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് തകർന്ന തരിപ്പണമായിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള മാർഗങ്ങൾ ആലോചിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ വിളിച്ചു ചേർത്ത ആഗോള യോഗത്തിൽ ഇന്ത്യയും പങ്കെടുത്തു. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കി സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ, UAE എന്നിവ ഉൾപ്പെടെ 35 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഓൺലൈനിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ LPG, LNG മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി വരുന്ന ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ ഇറാനുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള വിദേശകാര്യ മന്ത്രിയുടെ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പും വന്നു കഴിഞ്ഞു. ഇത്തരം ചർച്ചകളുടെ ഫലമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 6 ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടന്നു പോകുവാൻ സാധിച്ചു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. ഇതിനിടെ ഇറാനെ ശിലായുഗ കാലത്തേക്ക് തിരികെ എത്തിക്കുക എന്ന ദൗത്യത്തിലേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാൻ അതിന് മറുപടി നൽകുന്നത് US-ന്റെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിൽ എത്തിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള സൂചനയും മറുപടിയും. 7000 വർഷത്തെ സംസ്കാരമുള്ള രാജ്യമാണ് ഇറാൻ എന്നും ചരിത്രത്തിന് ഞങ്ങളെ നന്നായി അറിയാമെന്നും അതിൽ വ്യക്തമായിട്ടുള്ളത് എന്തെന്നാൽ ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങളാണ് എന്നാണ് ഇറാൻ എംബസി പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ഉന്നം വെച്ചുകൊണ്ട് ഇസ്രായേലുകളാണല്ലോ ഈ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന ഒരു ദാക്ഷിണ്യമില്ല, നിർദാക്ഷിണ്യം കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലാൻ കഴിയുന്നത് അവർക്കാണ്. പിഞ്ചു ഘാതകരെന്നാണ് ഇവരെ ഈ ഇസ്രായേലുകളെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള മനുഷ്യത്വവും ആരുമായിട്ടുമില്ല. ആ ഇറാന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഇസ്രായേലിനെ വളരെ കൃത്യമായി വളരെ കണിശമായി നെതന്യാഹുവിനെ അടക്കം വധിച്ചതിന് ശേഷം മാത്രമേ യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇറാനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു കാരണവുമില്ലാത്ത ഈ യുദ്ധമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ലോകത്തിനെ തന്നെ ഒരു മുൾമുനയിലേക്ക് നിർത്തുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അമേരിക്കയും ഇസ്രായേലും ഇറാൻ നൽകുന്ന ശിക്ഷകൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം, തയ്യാറായേ പറ്റൂ. കാരണം അവർ അതിന് അർഹരാണ്.